MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണിത്. നമ്മൾ മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണല്ലോ ചക്കപ്പുഴുക്ക്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് പച്ച ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ ഈ ചക്കക്കുരുവിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് 1 കപ്പ് ചക്കക്കുരുവും 5 കപ്പ് ചക്കച്ചുളയുമാണുള്ളത്. ആദ്യം ചക്കക്കുരു ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. 1.5 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി. ചക്കക്കുരു വേഗം വെന്ത് കിട്ടും. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാം. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ കഴിഞ്ഞ് ഒരു 1.5 മിനിറ്റോളം വേവിക്കണം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കാം. ഈ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 3 പച്ചമുളകും 6 ചെറിയ ഉള്ളിയും 5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് ഒതുക്കിയെടുത്ത് മാറ്റിവെക്കാം. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയി ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് ചക്കയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ചക്കപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്